ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റഫിലിൻ്റെ ഒരു ക്ലെൻസറാണ്. ഇത് ഫ്രേഗ്രൻസ് ഒന്നുമില്ല, അതുപോലെ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. അപ്പോൾ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലെൻസറാണ് കേട്ടോ ഇത്. എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ഈ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു ക്ലെൻസറാണ്. ഭയങ്കര മൈൽഡായിട്ട് നമ്മളുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കത്തൊന്നുമില്ല. നല്ലൊരു ക്ലെൻസറാണ്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് കുറച്ച് പ്രൈസി സൈഡാണ്, പക്ഷേ എന്നാലും അത് വെർത്താണ് പ്രൈസിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഇതിപ്പം 500 ml ഒരു 1000 above ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാൻ 2 മാസമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ സ്റ്റിൽ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു നല്ലൊരു ക്ലെൻസർ നോക്കുന്നുണ്ട്, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മേടിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ ആരെങ്കിലും ഈ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റഫിലിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ എൻ്റെ ഒരു സ്കിന്നിന് ഇപ്പോൾ യോജിക്കുന്ന ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെയും എൻ്റെ സ്കിന്നിന് വർക്കായിട്ട് എനിക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ പാരബൻസ് ഒന്നുമില്ല. ഇത് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഒരു ഫ്രേഗ്രൻസോ അങ്ങനത്തെ ഇതുകളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് അധികം ഓയിലി ആക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ചില മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ മേക്കപ്പ് ഇടുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ മോയ്സ്ചറൈസറിന് ഇല്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതും കുറച്ച് പ്രൈസി സൈഡാണ്. സെറ്റഫിലിൻ്റെ എല്ലാ പ്രോഡക്ട്സും കുറച്ച് പ്രൈസി സൈഡാണ്, പക്ഷെ വെർത്താണ്. ഇപ്പം ഇതെന്ന് പറയുന്നത് വരുന്ന റേറ്റ് ഒരു 1300, അതായത് 1300 ഒക്കെ നമുക്ക് വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഒരു പെർ ഗ്രാമിന് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 5.20, അതായത് 5 രൂപയാണ് പെർ ഗ്രാമിന് ഇവർ ഇതിൽ നിന്ന് പൈസ ഈടാക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ്. ഈ മോയ്സ്ചറൈസിങ് ക്രീം എനിക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം എൻ്റെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറേ ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് സ്യൂട്ട് ആവുന്നുണ്ടായില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ റിയാക്ഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണ്, എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ധൈര്യമായിട്ട് മേടിച്ചോളൂ. അടിപൊളി പ്രോഡക്റ്റ്. മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതും ഒരു മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ്. ഇത് സെറാവയുടെ ആണ് കേട്ടോ. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം സെറ്റഫിലിൻ്റെ പ്രോഡക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ സെറ്റഫിലിൻ്റെ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നൊട്ടും ഇങ്ങനെ ഓയിലി ഒന്നും ആക്കത്തില്ല. നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് മൊത്തം നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. പക്ഷേ ഇത് കുറച്ച് നമ്മളുടെ സ്കിന്നിനെ ഓയിലി ആക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മളുടെ മേക്കപ്പ് കുറച്ചും കൂടി ഒരു ഡ്യൂയി ഫിനിഷ് ഒക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ നമ്മളുടെ വെരി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനും പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴത്തേക്കിനും നല്ലൊരു ബേസ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതും നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്കിൻ അലർജീസ് ഒക്കെ വന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. പക്ഷെ എന്നാലും ഇത് കുഴപ്പമില്ല, ഇത് നല്ലൊരു മോയ്സ്ചറൈസർ. ഇതിപ്പം 50 ml ഒരു 400 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കുറച്ച് ചെറുതാണ്, പക്ഷെ എന്നാലും ഇത് സെറ്റഫിലിൻ്റെ പോലെ തന്നെ കുറച്ച് പ്രൈസി ആണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണ് ഏതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമാണ്, ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ഇഷ്ടം സെറ്റഫിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീനാണ്.
ഇത് ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി വാരിയൻറ്റിൽ വരുന്ന ഒരു സൺസ്ക്രീനാണ്. നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഈസിലി നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു ഡ്യൂയി ഫിനിഷാണ്, ഫ്രീഗ്രൻസ് ഒന്നുമില്ല, പിന്നെ കുറച്ചും കൂടെ അഫോർഡബിളും ആണിത്. ഇത് ഒരു 400 റേഞ്ചാണ് ഇതിന് വരുന്നത്. നല്ലൊരു സൺസ്ക്രീനാണ്. നിങ്ങളിത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണേ. നല്ല സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള സൺസ്ക്രീൻസിനെക്കാട്ടിലും ഇത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റാണ്. നമ്മൾ ഒരുപാടിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് നമ്മുടെ അബ്സോർബ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഡ്യൂയി ഫിനിഷ് ഒക്കെ തരുന്ന ഒരു സൺസ്ക്രീൻ. അപ്പം നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ 2% കോജിക് ആസിഡ് ഫേസ് ക്രീമാണ് കേട്ടോ. ഇതൊരു നല്ല ക്രീമാണ്. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് ഇവർ ക്ലെയിം ചെയ്യുന്നത് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നമ്മളുടെ ഫേസിലെ ഡിസ്കളറേഷൻ, ചില ആളുകൾക്ക് നെറ്റിയിലെ ഒരു കളറ്, അതുപോലെ തന്നെ മൗത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വേറൊരു കളറ്, അങ്ങനെ പല ഏരിയാസിലും പല കളറുകളായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് റിമൂവ് ചെയ്ത് ഒരു ഈവൺ സ്കിൻ ടോൺ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്കങ്ങനെ എൻ്റെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ അങ്ങനെ കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 500 റുപ്പീസാണ്. 500 റുപ്പീസിന് നമുക്കൊരു 30 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല സ്കിൻ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്കിൻ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇത് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതി മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു പ്രൈസി സൈഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ സ്കിൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. പിഗ്മെൻറ്റേഷൻ്റെ കാര്യത്തിൽ എനിക്കിത് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ സ്കിന്നിനും ഒരുപോലെ യോജിക്കണമെന്നില്ലല്ലോ ഓരോ പ്രോഡക്ട്സും. അപ്പോൾ എനിക്കിത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡാർക്ക് സ്പോട്ട്സ് ഒന്ന് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് കൊണ്ട് നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. എന്തായാലും നമ്മളത് യൂസ് ചെയ്ത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ ഇഷ്യൂ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളതും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കിത് ഡാർക്ക് സ്പോട്ട്സ് ഒന്ന് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു ഈവൺ സ്കിൻ ടോൺ തരാൻ അങ്ങനെ എനിക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളെ. ഓക്കെ, അപ്പം നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് ഡെർമാക്കോയുടെ 2% കോജിക് ആസിഡ് ഫേസ് സിറാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ക്രീം കാണിച്ചില്ലായിരുന്നു, അതിൻ്റെ തന്നെ സിറാണ് ഇത് വരുന്നത്. സിറംസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ക്രീം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫാസ്റ്റർ റിസൾട്ട് നമ്മളൊരു സിറം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പം എനിക്ക് ഈ സിറം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും കുറയ്ക്കാനായിട്ട് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് റിസൾട്ട്സ് അധികമായിട്ട് വന്നിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയ റിസൾട്ട്സ് ഒക്കെ എനിക്കിത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കിഷ്ടമാണ്. ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇത് അടിവരെയായി. അപ്പം ഇത് നല്ലൊരു സിറം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മേടിച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഞാൻ ഇനി കൂടുതൽ റിസൾട്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ റെഗുലറായിട്ട് യൂസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 1 മന്ത് 2 മന്ത്സ് 3 മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്കൊരു വിസിബിൾ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ റിസൾട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും. ചെറുതായിട്ടൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മന്ത്സ് നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ ആസ് ഓഫ് നൗ വരെ എനിക്കിത് ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിലേതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ശരി, ബൈ.